സോ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. അനലൈസിങ് ടേൺസ് ഇൻ ഫോൺ കോൾ അല്ലെങ്കിൽ ടെലിഫോൺ കോൾസ്. എങ്ങനെ ഒരു കോളിനെ അനലൈസ് ചെയ്യുക അല്ലേ? ഹൗ കം? എങ്ങനെയാ അതൊരു പോസിബിൾ ആവുക? അപ്പം നമ്മളെല്ലാവരും ഫോൺ കോൾസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പല ആളുകൾക്ക്, നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുകൾക്ക് പോലും കോൾ ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ആ ഒരു ഫോൺ കോളിനെ അനലൈസ് ചെയ്യുക. ഹൗ കം ഇറ്റ് പോസിബിൾ? എങ്ങനെയായിരിക്കാം? അപ്പം ഒരു റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ സംസാരിക്കുന്ന ആ ഒരു രീതി, അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ, അതാണ് അവിടെയുള്ള ആ ഒരു പേഴ്സൺസിനെ എല്ലാം അട്രാക്ട് ചെയ്യുന്നത് അല്ലേ? നമുക്ക് ആ ഒരാളെ നേരിട്ട് കണ്ടൊരു പരിചയം ഉണ്ടായിരിക്കില്ല. നമ്മൾ അവരെ വിളിച്ചിട്ടാണ് ചോദിക്കുക, റൂംസ് അവൈലബിൾ ആണോ, എന്തൊക്കെയാണ് നിങ്ങൾ ഓഫർ ചെയ്യുന്ന ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അവിടെ താമസിച്ചാൽ കിട്ടാൻ പോകുന്ന കാര്യങ്ങളെ എന്നൊക്കെ നമ്മൾ ഒരു റിസപ്ഷനിസ്റ്റിനെ വിളിച്ചിട്ടാണ് എൻക്വയറി ചെയ്യുക. സോ ആ ഒരു ഫോൺ കോൾ ആണ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളതെല്ലാം നമ്മൾ തീരുമാനിക്കുന്നത്. സോ എങ്ങനെയായിരിക്കണം ഒരു റിസപ്ഷനിസ്റ്റ് ഒരു കോൾ എടുക്കുന്ന സമയത്ത് ബിഹേവ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്ത് വേണം? നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യണം അല്ലേ? ഇപ്പം വിളിക്കുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ആണെങ്കിൽ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രീറ്റ് ചെയ്യണം. ആൻഡ് പിന്നെ എന്ത് വേണം? ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐഡന്റിറ്റി എന്താണോ അത് നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മൾ കോൾ ചെയ്യാണ്, ഒരു എഡ്യൂക്കേഷൻ പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് സർ, ഐ എം കോളിംഗ് ഫോർ എന്ന കാര്യത്തിനാണ്, എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ്, ഇഫ് യു ആർ ഫ്രീ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ചോദിക്കണം. ആൻഡ് അവർക്ക് എന്ത് ഹെൽപ്പാണ്, ഇപ്പം ഇങ്ങോട്ട് വരുന്ന കോൾസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടത്? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു സർ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാം. ഇങ്ങോട്ട് വരുന്ന കോൾ ആണെങ്കിൽ കേട്ടോ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഇൻകമിങ് കോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിലും ഔട്ട് ഗോയിങ് ആണെങ്കിലും ഇൻകമിങ് ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അവരെ ഗ്രീറ്റ് ചെയ്യണം ആൻഡ് നമ്മുടെ ഐഡന്റിറ്റി പറഞ്ഞു കൊടുക്കണം. ആൻഡ് ഹൗ കാൻ ഐ ഹെൽപ്പ് യു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ഓഫറിങ് ഹെൽപ്സ് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയുടെ നെയിം എന്താണ്, കോളേഴ്സ് ഐഡന്റിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. സോ സർ പ്ലീസ് മേ ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ് എന്നുള്ള രീതിയിലൊക്കെ അവരുടെ അടുത്ത് ചോദിക്കാം. നമുക്ക് അവരുടെ നെയിം എന്താണ് എന്നുള്ളത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് അവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്കത് തെറ്റാണ് എന്ന് തോന്നിയാലും അത് തെറ്റ് തിരുത്താൻ അതിനൊരു വേ ഉണ്ട്. അല്ലാതെ ഫസ്റ്റ് തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് തെറ്റാണ്, ഇതൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല. അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തത്, അത് അക്നോളേജ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കതിനെ മാറ്റി കൊടുക്കാൻ പറ്റും. സോ കോളേഴ്സിന്റെ കോൾസ് എടുക്കുന്ന സമയത്ത് വി വാണ്ട് ടു അക്നോളേജ് ദ കോൾസ്. ആ കോൾ എല്ലാം അംഗീകരിച്ചു കൊടുക്കണം. ആൻഡ് ഗീവ് മെസ്സേജസ് ആൻഡ് ആസ്ക് ഇഫ് വില്ലിംഗ് റിസീവ്. ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഓക്കെ ആണ്, അവർക്ക് ടൈം ഉണ്ട്, അവർ വില്ലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ബാക്കി നമുക്ക് പറയാൻ പറ്റൂ. ആദ്യം നമുക്ക് മെസ്സേജ് എന്താന്ന് പറയാം, അത് വില്ലിംഗ് ആണോ, അവർക്കത് ഉൾക്കൊള്ളാൻ വില്ലിംഗ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെയോ അവർക്ക് ഇനി വേറെ ആരെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, നമ്മൾ പറഞ്ഞത് പോരാ, കുറച്ചും കൂടെ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പാർട്ടിയുമായിട്ട് ആ ഒരു ഫോൺ കോൾ കണക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് അപ്പോളജൈസ്. അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ അപ്പോളജൈസ് ചെയ്യണം. അതുപോലെ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നമ്മളെടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോറി സർ, വി വോണ്ട് പ്രൊവൈഡ് ദാറ്റ് ഫെസിലിറ്റീസ് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയും പറയാം. സോ രണ്ട് പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കണം. നമ്മളെടുത്ത് തെറ്റ് പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് അപ്പോളജൈസ്. അതിന് ഒരു മടിയും വിചാരിക്കരുത്, കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്, നമ്മൾ അപ്പോളജൈസ് ചെയ്തേ പറ്റും. അല്ല ഇനി അവർ ചോദിക്കുന്ന എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ആൻസർ അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഐ എം സോറി സർ അല്ലെങ്കിൽ ഐ എം സോറി മാഡം എന്നുള്ള രീതിയിലും പറയാം. പിന്നെയോ അവർക്ക് എന്തെങ്കിലും മെസ്സേജസ് നമ്മളെടുത്ത് പറയാനുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ടേക്സ് ഡൗൺ എ മെസ്സേജ്. ആ മെസ്സേജുകളെല്ലാം നമ്മൾ ടേക്ക് ഡൗൺ ചെയ്യുകയും വേണം. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കോൾ എടുക്കുന്ന സമയത്ത് അതിനെ അനലൈസ് ചെയ്യുന്ന പാർട്ടുകളാണിത്. ഫസ്റ്റ് നമ്മൾ ഗ്രീറ്റ് ചെയ്തോ എന്ന് നോക്കണം, അതുപോലെ നമ്മൾ ഐഡന്റിറ്റി പറഞ്ഞോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ആൻഡ് അവരെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹൗ കാൻ ഐ ഹെൽപ്പ് യു സർ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന് അവർ റിപ്ലൈ പറയുന്നത് അനുസരിച്ച് ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അവരുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. ബാക്കി അവരുടെ വേറൊരാളായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പാർട്ടീസുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അവർ ഫ്രീ ആണോ വില്ലിംഗ് ആണോ എന്നുള്ള രീതിയിൽ സംസാരിക്കണം. ആൻഡ് ഓൾസോ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് അപ്പോളജൈസ് ചെയ്യാൻ വേണം.
സോറി വി വോണ്ട് പ്രൊവൈഡ് ദാറ്റ് ഫെസിലിറ്റീസ് എന്നുള്ള രീതിയിൽ തന്നെ പറയണം. ഇത് ഈ ഒരു ടോണിലല്ല കേട്ടോ, കുറച്ച് സോഫ്റ്റ് ആയിട്ട് പൊളൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറയുമ്പോൾ അത് സോഫ്റ്റും പൊളൈറ്റ് ഒന്നും ആയിരിക്കില്ല. ആ ഒരു റിസപ്ഷൻ ഡെസ്കിൽ ഇരിക്കുന്ന പേഴ്സൺ പറയുന്ന സമയത്ത് അത് ആ ഒരു സോഫ്റ്റ് ആൻഡ് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പറയണം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ.